ഒരു ഇടവേളയ്ക്ക് ശേഷം ഭാവന നായികയായിരുന്ന ചിത്രമാണ് അനോമി. റിയാസ് മരത്താണ് ഈ സിനിമയുടെ ഡയറക്ഷൻ. IMDbയിൽ ഏതാണ്ട് 9 ആണ് കറൻ്റ്ലി ഈ സിനിമയുടെ റേറ്റിംഗ്. റഹ്മാനാണ് ഈ സിനിമയിൽ നായകനായി വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു വൺ ലൈനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, സാറ എന്ന് പറയുന്ന ഒരു ഫോറൻസിക് എക്സ്പേർട്ട്, അത് ആ റോൾ പ്ലേ ചെയ്തിരിക്കുന്ന ഭാവനയാണ്. ഭാവനയുടെ ബ്രദറായ സിയാൻ ഒരു സൈക്കാട്രിക് പേഷ്യൻ്റാണ്. അങ്ങനെ ഒരു നാൾ സിയാൻ കൊല്ലപ്പെടുന്നു. വേറെ 2 സൈക്കാട്രിക് പേഷ്യൻസ് കൂടെ കൊല്ലപ്പെടുന്നു. ഈ കൊലകളുടെ പിന്നിലുള്ള ആളെ തേടി പോലീസ് അന്വേഷണം നടത്തുന്നു, ഭാവനയും അന്വേഷിക്കുന്നു, പിന്നീട് കൊലയാളിയെ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും നല്ല പോസിറ്റീവ് ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സ് ആണ്. കാര്യം ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിൽ ഇതിൻ്റെ ക്ലൈമാക്സിനെ കൊണ്ട് എത്തിക്കുകയും ആ ക്ലൈമാക്സ് വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. AUV ഒക്കെ ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു ആ ഷോട്ട്സൊക്കെ എടുത്തേക്കുന്നത്. പക്ഷേ നല്ല വിഷ്വലി പ്ലീസിങ് ആയിട്ടുള്ള ആ എലമെൻറ്റ്, ആ ക്ലൈമാക്സിലെ എലമെൻറ്റ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വളരെ പ്ലസ്സാണ്. ഇനി വേറെ ഇതല്ലാതെ സിനിമയിൽ പോസിറ്റീവ്സ് വളരെ കുറവാണ്. ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആ 20 മിനിറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഒരു OK ലെവലിനും താഴെ നമുക്ക് എക്സ്പീരിയൻസ് തരുന്ന എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഭാവനയുടെ ക്യാരക്ടറായാലും വളരെ വെയിറ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഭാവനയ്ക്ക് അത് ഒരു 70% പുൾ ഓഫ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ഒരു ഇമോഷണൽ ഡെപ്ത് കൊടുക്കാനായിട്ട് ആ ക്യാരക്ടറിന് സാധിച്ചില്ല. റഹ്മാൻ്റെ ക്യാരക്ടറിന് നല്ല സ്കോപ്പുള്ള ക്യാരക്ടറാണ്. പക്ഷേ ആ ക്യാരക്ടറിന് എഴുതിയപ്പോൾ അത്രയും ഡെപ്തിൽ ആ ക്യാരക്ടർ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല സീനുകളും ഫില്ലിങ് സീൻസാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലെ മെജോറിറ്റി ഓഫ് സീൻസിൽ ഭാവന വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എവിടെയെങ്കിലും ഒരു കാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും, റഹ്മാൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു അരമണിക്കൂറിൽ പറഞ്ഞു തീർക്കാവുന്ന സാധനത്തിനെ മാക്സിമം വലിച്ചു നീട്ടി പറഞ്ഞിട്ടുണ്ട്. അത്രയും ബിൽഡപ്പിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതിന് മാത്രമുള്ള ഇമോഷണൽ ഡെപ്ത് ഒന്നും ആ ക്യാരക്ടേഴ്സിന് ഇല്ല. നമ്മൾ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തെങ്കിലും നടന്നാൽ മതിയെന്നും തീർന്നാൽ മതിയെന്നുള്ള രീതിയിൽ തോന്നും. കാരണം അത്ര ലാഗുണ്ട്. എന്നാൽ ഈ ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫ് വന്ന് ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴത്തേക്കും പടം നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. ശരിക്കും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്, ഇതിൻ്റെ ക്ലൈമാക്സിൽ കാണിക്കുന്ന പോർഷനെ ഒരു മിസ്റ്ററി എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പടം അവിടെ തുടങ്ങിയിരുന്നുവെങ്കിൽ ഓഡിയൻസിന് ഒരു ഹുക്ക് അതിൽ കിട്ടിയാണ്. ഓക്കെ, ഇതാണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഹുക്ക് കിട്ടിയാണ്. അപ്പോൾ പിന്നീട് ഓഡിയൻസിനെ ഗ്ലൂ ചെയ്തിരുത്താൻ സാധിക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതുണ്ടായില്ല. നമ്മൾ ഫസ്റ്റ് സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സിനിമയുടെ എഡിറ്റിങ് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെയാണ്. കാര്യം ഫസ്റ്റ് ഫ്രെയിമിൽ കാണിക്കുന്നത് ഒരു ഫ്ലാറ്റാണ്, ഒരു സിറ്റി അർബൻ ഏരിയയിലുള്ളൊരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൽ ഭാവന ഒരു വർക്കൗട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നതാണ്. പക്ഷേ നെക്സ്റ്റ് സീക്വൻസിൽ പുള്ളിക്കാരി സൈക്കിൾ ഓട്ടി പോകുന്ന ഏതോ റിസർവ് ഫോറസ്റ്റിൻ്റെ അകത്തൂടെയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ സീനുകളുടെ കണ്ടിന്യൂറ്റി എലമെൻറ്റ്സ് മിസ്സിംഗ് ആണ്. പിന്നീട് അത് ഉടനീളം സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. പല സീനിലും ഓഡിയൻസിനൊരു ഇമോഷണൽ എലമെൻറ്റ് കൊടുക്കും, ഓഡിയൻസ് ആ ഇമോഷണൽ എലമെൻറ്റ് റിസീവ് ചെയ്യും. നെക്സ്റ്റ് സീനിൽ കണ്ടിന്യൂറ്റി കാണില്ല, വേറെ ഏതെങ്കിലും ഒരു സീനായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അത് സിനിമയിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നല്ല സിനിമാറ്റോഗ്രാഫി എക്സലൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ നമുക്ക് എടുത്തു പറയാനുള്ള സിനിമാറ്റോഗ്രാഫി ഒന്നുമില്ല. അനിമലിൻ്റെ മ്യൂസിക് ഡയറക്ടറായിരുന്നു, എന്നാലും മ്യൂസിക്കൊന്നും അത്ര സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു മ്യൂസിക്കായിട്ട് എനിക്ക് തോന്നിയില്ല. ഓവറോൾ ഒരു OK വാച്ചാണ്. നമുക്ക് എക്സെപ്ഷണൽ എന്ന് പറയാനുള്ള ഒന്നും തന്നെ ഇല്ല. IMDb റേറ്റിംഗ് 9 എന്നുള്ള യാതൊരു വകയും ഈ ചിത്രത്തിൻ്റെ അകത്തില്ല. എന്താ പറയുക, തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ നിരാശ, ഈ ലാഗ് കൊണ്ട് നമുക്ക് നിരാശ തോന്നുന്നതായിരിക്കും. പക്ഷേ തിയേറ്റർ വിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊന്നും അവസാന സാധനം കിടിലമായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. സോ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ലീവ് ചെയ്തിട്ടായിരിക്കും ഓഡിയൻസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ എന്നിരുന്നാലും ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ക്യാരക്ടേഴ്സൊക്കെ കുറച്ചും കൂടെ നല്ലവണ്ണം റൈറ്റ് ചെയ്യാമായിരുന്നു. റിയാസ് മരത്താണ് ഈ പടത്തിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ എന്തായാലും ചിത്രം തിയേറ്ററിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. നല്ല എല്ലാ ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. അങ്ങനെ വയലൻസ് ഒന്നും അധികമുള്ള സിനിമയല്ല. എന്നാലും ഒരു 5 വയസ്സിനൊന്നും താഴെയുള്ള കുട്ടികളെ ഒന്നും കൊണ്ട് കാണിക്കേണ്ട കാര്യമില്ല. ചില കുറച്ച് സീൻസൊക്കെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇച്ചിരി സെൻസിറ്റീവ് ആയിരിക്കും. പക്ഷേ അതല്ലാതെ രീതിയിലും ഓക്കെയാണ്. എന്നാലും ചിത്രം കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.